നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു നാച്ചുറൽ കേവ്സ് ആണ്, ഒരു നാച്ചുറൽ എക്സ്പീരിയൻസ്. ഒരു ഗുഹയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കടന്നു പോവുകയാണ്. മലയാളികളായ നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഞങ്ങൾ ഈ നാച്ചുറൽ ഗുഹയിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആ സിനിമയിലെ പല ഭാഗങ്ങളും ഒക്കെയാണ് കടന്നു വന്നത്. വലിയ കൊക്കയും താഴ്ചയും ഇടുക്കും ഒക്കെയായി നമ്മെ പേടിപ്പെടുത്തുന്ന ഒരനുഭവമാണ് ഈ നാച്ചുറൽ കേവ്സ്. ജർമ്മനിയിലെ ബവേറിയ സ്റ്റേറ്റിലെ ഓബർസ്ഡോർഫ് എന്ന സ്ഥലത്താണ് ഈ നാച്ചുറൽ കേവ് എക്സ്പീരിയൻസ് ഉള്ളത്. ഒരു വെർട്ടിക്കൽ കേവ്സ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് കേവ്സുകൾ ഈ ആൽപ്പൻ മലനിരകളിലുണ്ട്. പക്ഷേ അപകടം കാരണം അതിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. അങ്ങനെ പ്രവേശിക്കുമെന്നൊക്കെ നമുക്ക് അനുവാദമുള്ള ഒരു കേവ്സാണ്. പിന്നെ ഞാൻ മറന്നുപോയി, ഈ കേവ്സിൻ്റെ പേര് സ്റ്റോൺ ഹേളെ എന്നാണ് ഈ കേവ്സിൻ്റെ പേര്. ഇത് ഓബർസ്ഡോർഫ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഈ കേവ്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാവും. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠനമനുസരിച്ച് മില്യൺസ് ഓഫ് വർഷത്തെ വെള്ളത്തിൻ്റെ ഇങ്ങനെ പാച്ചിലിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ് നമ്മൾ ഈ കൊക്കയിൽ കൂടെയും ഇതുപോലെയുള്ള ഈ ഭീകരമായ അവസ്ഥ ഇങ്ങനെ കടന്നു പോകുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഒരു 3 അടി വഴിയേ ഉള്ളൂ. 2 പേർക്ക് പോകാം. നമ്മൾ നടക്കുമ്പോൾ ഇതൊക്കെ കാണാം. ആരെയും ഒറ്റയ്ക്ക് കേവ്സിൻ്റെ അകത്തേക്ക് വിടുകയില്ല. രാത്രി സമയങ്ങളിലൊന്നും പ്രവേശനമില്ല. ഒരു ഗ്രൂപ്പായിട്ടാണ് മാത്രമേ നമുക്ക് കേവ്സിനകത്ത് കിടന്നു പോവുകയുള്ളൂ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് നമ്മൾ തീർച്ചയായും പേടിക്കും. അത് യാതൊരു സംശയവുമില്ല. ഏകദേശം 2.5 കിലോമീറ്റർ നീളമാണ് ഈ കേവ്സിനുള്ളത്. അതുപോലെ പല ഭാഗത്തും 100 മുതൽ 150 വരെ ആഴത്തിലാണ് ഇതിൻ്റെ കുഴികളും. അതിലൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഭീകര അന്തരീക്ഷമൊക്കെ ഭീകരതയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ അല്ല, പൂർണ്ണമായ നാച്ചുറലാണ്. ചെറിയ ഇടുങ്ങിയ വഴികളും പിന്നെ ഇരുളും ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ടുകളും ഒക്കെ നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും പേരൻസിനെ കൂടാതെ ഒറ്റയ്ക്കൊന്നും വിടുകയില്ല. അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെയുണ്ട്. പിന്നെ ഇത്ര പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശനമില്ല. കാരണം ഒരു നാച്ചുറൽ ഭീകരതയാണ് നമുക്കിതിൻ്റെ അകത്തോടെ പോകുമ്പോൾ. ചില ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ആഴവും മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതെത്രയോ അന്നേരം നമുക്ക് മനസ്സിലായി എത്രത്തോളം താഴത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകും.
നമ്മൾ ആ താഴത്തോട്ട് നോക്കിക്കേ, ആ നടന്നു വരുന്നതെല്ലാം മനുഷ്യരാണ്. അപ്പം അത്രത്തോളം ആഴത്തിലാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പം ഈ ഗുഹയുടെ മേളിൽ കയറി മുകൾ ഭാഗത്തെത്തി. അപ്പോൾ നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ്. ചെറുതായിട്ട് ചെറിയ പ്രാണികളോ ഉറുമ്പുകളൊക്കെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ അത്രത്തോളം ആഴത്തിൽ നിന്നാണ് നമ്മൾ കയറി മേളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എത്രത്തോളം ഒരു ഭീകരതയും ഇതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മളിതിൻ്റെ മേൽഭാഗത്തെത്തി പിന്നെ നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ നടന്നതിൻ്റെ പുറത്തെത്തി, ഗുഹയുടെയൊക്കെ ഭാഗത്തുനിന്ന് പുറത്തെത്തി. പിന്നെ നമ്മൾ പുറത്ത് അപ്പോൾ ആളുകൾ നമുക്ക് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ വന്നു. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒത്തിരി വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞു അവിടെ. പിന്നെ ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ വളരെ നാച്ചുറൽ ബ്യൂട്ടിയാണ്, വളരെ നാച്ചുറലാണ്. ഗ്രീൻ, പിന്നെ പശു വളർത്തൽ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ തൊഴിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പ്യുവർ എയറും അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള ജർമ്മനിയുടെ തന്നെ ഏറ്റവും നാച്ചുറൽ പ്രകൃതിയോട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ആൽഗോയി, പിന്നെ ഈ ആൽപ്പൻ പർവ്വതങ്ങളിലേക്ക് നിരകൾ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത് വാച്ച് ചെയ്തതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.